ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റാൻ തീരുമാനിച്ച് സർക്കാർ. പുനഃപരിശോധനാ ഹർജിയിൽ ആചാര സംരക്ഷണം വേണമെന്ന നിലപാട് സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലപാട് നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടാണ് CPM-ന്റേതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സർക്കാരിന്റെ നിലപാട് മാറ്റം കാപട്യമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. ശബരിമലയിൽ യുവതീ പ്രവേശനമടക്കമുള്ള ആചാര സംരക്ഷണത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ മാറ്റം വരുത്താനാണ് തീരുമാനം. സുപ്രീം കോടതിയിലെ പുനഃപരിശോധനാ ഹർജിയിൽ ആചാര സംരക്ഷണം വേണമെന്ന നിലപാട് സ്വീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ നിലപാട് ഉടൻ സുപ്രീം കോടതിയെ അറിയിക്കും. ഇക്കാര്യത്തിൽ രേഖാമൂലം നിലപാട് അറിയിക്കാൻ ദേവസ്വം ബോർഡിനോടും സംസ്ഥാന സർക്കാരിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. 2018 സെപ്റ്റംബറിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ സംസ്ഥാന സർക്കാർ അനുകൂലിച്ചിരുന്നു. ഇതാണ് ഭക്തരുടെ എതിർപ്പിനെ തുടർന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും തിരുത്തുന്നത്. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എപ്പോഴും സ്വീകരിക്കുന്നതെന്നും ഇന്നത്തെ പരിസ്ഥിതി നോക്കി ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ശബരിമലയിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം കാപട്യമാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള നാടകമാണിതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. യുവതീ പ്രവേശനത്തിന് നിർബന്ധിച്ച ആളുകളെ കൊണ്ടുപോയവരാണ്, പോലീസ് സംരക്ഷണത്തിന് ആളുകളെ അയച്ചവരാണ്. അതിൻ്റെ പേരിൽ കേരളം മുഴുവൻ മതിൽ തീർത്തവരാണ്. നവോത്ഥാന സദസ്സും സമിതിയും രൂപീകരിച്ചവരാണ്. ഇപ്പോൾ അവർ ചില അഭ്യാസങ്ങളും ചില നാടകങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും സർക്കാരിന്റെ കുറ്റസമ്മതമാണിതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഇവർ പുരോഗമനവാദികളുമാണെന്നുള്ള ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, ഞങ്ങളോട് മാപ്പ് പറയണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സർക്കാരിന് വിശ്വാസികളെ ഓർമ്മ വന്നതെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഭക്തരുടെ മുന്നിൽ സർക്കാർ മുട്ടുകുത്തിയതായി K മുരളീധരനും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വിശ്വാസികളുടെ കാര്യം ഓർമ്മ വന്നു. ഭക്തജനങ്ങളുടെ മുമ്പിൽ സർക്കാർ മുട്ടുകുത്തി, അതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.